ഹായ് ഹലോ. അപ്പം സ്റ്റാർട്ടിങ് ട്രബിൾ. ഇന്ന് 2-ാം തീയതിയാണ്. ഇന്നോട്ട് ഞങ്ങൾക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നലെ ഞാൻ പോയില്ല, ടീത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഇന്നലെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകണം. ഓക്കെ, ഞാനിപ്പം എഴുന്നേറ്റ്, ഞാൻ മാത്രമേ എഴുന്നേറ്റുള്ളൂ. അവരൊക്കെ ഉറക്കാം. അമ്മ ജിമ്മിനും കണ്ടുപോയി. ഇപ്പം 6:30 ആയിട്ടില്ല. ഞാൻ 6:15 എഴുന്നേറ്റ്. പിന്നെ വെച്ച് 6:30 കഴിഞ്ഞ് എഴുന്നേൽക്ക് 8:30 മതിയല്ലോ പോയാൽ. പക്ഷെ പേടിച്ച് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും. ഞാൻ എഴുന്നേറ്റ് പിന്നെ നമുക്ക് കുറച്ച് പണിയുണ്ട്. തൂക്കണം, പിന്നെ പല്ലൊക്കെ തേച്ച് റെഡി ആവണ്ടേ. അപ്പം നമുക്ക് ആദ്യം പോയി തൂക്കാം. ഇങ്ങനെ ഇപ്പം തൂത്ത് ഇനി നമുക്ക് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവാം. ഇപ്പം 7 മണിയായി. ഇപ്പം കൂടല്ല കിങ്ങണി. വാ 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 ബാഡി. അവിടെ നിൽക്കുന്ന സ്റ്റാച്ചു കണക്ക്. ഒന്നും കഴിച്ചില്ല. ഇത് തോർത്തിലുള്ളതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ആ തോർത്തില ഇത് വാഷിംഗ് മെഷീനിട്ട് കഴുകിയ കുഴപ്പം. അപ്പം 7 മണിയായി. ഇനിയിപ്പം അമ്മ ഒന്ന് കാപ്പി പിടിച്ച് ഒരു 7:30 ആകുമ്പം ഫ്രഷായിട്ട് റെഡിയാക്കണം. ഞാൻ മുക്കൊക്കെ കഴുകി. ഇന്നലെ കണ്ണ് എഴുതിയത് നമസ്കാരം ഉണ്ടെന്ന് തോന്നുന്നു. അതിന് ഞാൻ വാഷിലിട്ട് വായിച്ചാൽ റെഡിയാക്കുള്ളൂ. ഞാൻ സെറ്റാകത്തില്ല. അപ്പം ഇനിയിപ്പം അമ്മ വന്നിട്ട് കാണാം. സമയമുണ്ട് പറഞ്ഞ് തീരെ സമയമില്ല. 8:30 ക്ലാസ് ചെയ്യണം. ഇപ്പോൾ 8:10 പെട്ടെന്ന് റെഡിയാകണം. പിന്നെ യൂണിഫോം എത്തിയിട്ട് പോലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുവരെ എന്തായാലും കളർ ഡ്രസ്സ് ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് യൂണിഫോം ഇട്ടിട്ട് പോകുന്ന ഇഷ്ടം. എനിക്ക് കളർ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോയിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. ബർത്ത്ഡേക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അങ്ങനെ റെഡിയായി. ഇനിയിപ്പം മുടിയും കൂടെ കെട്ടിയാൽ മതി. ഈ ഒരു ഡ്രസ്സ് എനിക്ക് എന്താ ഇടണമെന്നൊന്നും അറിയത്തില്ല. ഇനി വെച്ചൊരു മാസ്ക് വയ്ക്കാന്ന്, കാരണം ഇത് ഇൻഫെക്ഷൻ ആവരുതല്ലോ. അപ്പോൾ കുറച്ചാളും കൂടെ കെയർ ചെയ്യണം. മാസ്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുടി ഞാൻ ജസ്റ്റ് ഒന്ന് പോണിട്ടയിൽ കെട്ടും. ഞാൻ പോട്ടെ, ഭയങ്കരമായിട്ട് താമസിച്ച്. ബൈ. സ്കൂൾ കഴിഞ്ഞ് വന്നു. സ്കൂളിൽ വെച്ച് കൊലിപ്പോ ഫസ്റ്റ് ഡേ ഓഫ് ഫുൾ ഡേ, അതായത് ഒരു ഫുൾ ഡേ ഇന്നായിരുന്നു. ആദ്യം ഒരു 2 പീരീഡ് ഞങ്ങൾ പന്തലിരുന്ന് പുഴുങ്ങി വന്നു. ഭയങ്കര ചൂടായിരുന്നു രാവിലെ. പിന്നെ ക്ലാസ് തുടങ്ങി. ഫസ്റ്റ് സൈക്കോളജി ആയിരുന്നു. സൈക്കോളജി വാസ് നൈസ്, എല്ലാം ഇഷ്ടപ്പെട്ടു. 1-2 സബ്ജക്റ്റ് ഇച്ചിരി ഉറക്കമായിരുന്നു. അതെനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ടായിരിക്കും. കാരണം കുറച്ച് ദിവസം കൂടി ഭയങ്കര ഉറക്കമാണ്. ഈ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ എഴുന്നേൽക്കുന്ന ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങും, റെസ്റ്റ് എടുക്കും. വേറെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നല്ലോ. പിന്നെ ഇന്ന് രാവിലെ 6:30 എഴുന്നേറ്റ് ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ 3 മണി 3:30 വരെ 4 മണിയായി. ഇപ്പം 4 മണിയാണ്. 4:30 ആവാറായി. ബാഗ് പോലും ഊരിയിട്ടില്ല. വന്നിങ്ങനെ കസേര ഇരുന്ന് അമ്മയുടെ അടുത്ത് എല്ലാം പറയുക. പിന്നെ ഹൗസ് മാറ്റി. എനിക്ക് ബ്രിട്ടോസ് ആയിരുന്നു ഇഷ്ടം. എന്നെ പിടിച്ചിപ്പോൾ വേറൊരു ഹൗസിലാക്കി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ആരുമില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ആകെപ്പാടെ എൻ്റെ ഒരു ലൊറേറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. അതുകൊണ്ട് ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. കുഴപ്പമില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് കോലം, എന്ത് മനോഹരമായി നോക്കി ഞാൻ. എങ്ങനെ പോയതാ? മാസ്കൊക്കെ ഞാൻ പകുതി വഴിക്കെടുത്ത് കളഞ്ഞു. എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഒന്നും. പക്ഷേ ക്ലാസ്സിൽ ചെന്ന് രാവിലെ നമ്മുടെ ക്ലാസ്സിന് ഭയങ്കര ചൂട്. അത് മൊത്തം വീർത്ത് ഒരുമാതിരി ആയിരിക്കുക. ഇനിയൊന്ന് നന്നായിട്ടൊന്ന് കുളിക്കണം, ഒന്ന് ഉറങ്ങണം, എന്നിട്ട് വേണം എഴുന്നേൽക്കാൻ. എൻ്റെ സ്കിന്ന് കണ്ടോ? എൻ്റെ സ്കിന്നിൻ്റെ കളറ് കണ്ടോ?
എൻ്റെ സ്കിൻ്റെ ഒരു രീതി കണ്ടോ, കാട്ടുമാക്കാത്തിയ കണക്കതാ. ഞാൻ രാവിലെ എന്ത് വൃത്തിക്കിരുന്ന് ആ ഇൻട്രഡക്ഷൻ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം എന്ത് കോലായി നോക്കി. അയ്യേ, ഞാൻ നേരത്തെ എടുത്ത വീഡിയോ എടുത്ത് കാണുന്നത്. ഞാൻ ഇങ്ങനെ നേരെയാവും, എനിക്കറിഞ്ഞൂടത് എന്താന്ന്. പരിപാടിച്ച് ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ വെയിലത്തൊന്നും ഇറങ്ങില്ല. ബട്ട് സ്റ്റിൽ കറുത്ത്. ഞാനിനി പോയി എല്ലാം ചെയ്യട്ടെ. അപ്പോൾ വീണ്ടും ഒരു ഗുഡ് മോർണിംഗും കൂടെ. കാരണം ഇന്നലെ രാത്രി എനിക്ക് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം ഡാൻസിന് പോയിട്ട് ഞാൻ കളിച്ചില്ല, അമ്മയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ പോയിട്ട് വന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് കിടന്നു. ഇനി രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സൈഡ് അകത്തൊരു പല്ല് ഭയങ്കര വേദന. അത് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര വേദന, ചെറിയൊരു നീരുണ്ടെന്ന് അമ്മ ഇങ്ങനെ പറയുന്നു നോക്കിയിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ രാവിലെ ഉപ്പുവെള്ളമൊക്കെ കൊണ്ടു. അപ്പം ഇനി പെയിൻ കില്ലർ വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, അതെന്താണെന്ന് നോക്കും. കാരണം ഒന്നാമതേ ഫുഡ് അങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ ഒരു ഇച്ചിരി ചോക്ലേറ്റ് കഴിച്ചു, പക്ഷെ അത് ഞാൻ ഈ സൈഡ് വെച്ചാൽ കഴിച്ച, ചോക്ലേറ്റും കഴിച്ചില്ല. പിസ്താഷ്യോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇച്ചിരി കഴിച്ചുള്ളൂ. അതിൻ്റെതാണോ അതോ ഇനി വേറെ എന്തിൻ്റെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെന്തായാലും സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.